മലപ്പുറത്തും തൃശൂരും കണ്ണൂരും കാസർഗോഡും പുതുക്കി പണിതുകൊണ്ടിരിക്കുന്ന ദേശീയപാത പലയിടത്തും ഇടിഞ്ഞും വിള്ളൽ വീണും യാത്രക്കാർക്കും നാട്ടുകാർക്കും ഭീഷണിയാകുന്നത് ഒറ്റ മഴയിലെ കാഴ്ച. ടാറിട്ട് ഓട്ടയടച്ചും മണ്ണുവാരിപ്പൊത്തിയും കണ്ണുകെട്ടി കളിക്കുന്ന ദേശീയപാത അതോറിറ്റിയും ഭൂമി കൊടുക്കുകയല്ലാതെ ഞങ്ങൾ ഒന്നിനും ഇല്ലെന്ന് കൈകഴുകുന്ന സംസ്ഥാന സർക്കാരും. അപ്പോൾ ഒരു ചോദ്യം: കാസർഗോഡ് തലപ്പാടി മുതൽ ഇങ്ങ് തിരുവനന്തപുരം കാരോട് വരെ ഒരു കല്ലെടുത്ത് വെക്കുന്ന പണി തുടങ്ങുമ്പോൾ മുതൽ ഒരു റീച്ച് തീരുന്നത് വരെ ഇതെന്റെ നേട്ടം എന്ന് പറഞ്ഞ് റോഡിന് നടുവിൽ നിന്ന് ഫോട്ടോയെടുത്തും റീൽസ് ഇട്ടും നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇന്നലെ വരെ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ്? റോഡ് നിർമ്മാണം ദേശീയപാത അതോറിറ്റിയുടെ ചുമതലയാണ്. എന്നിട്ടും ക്രെഡിറ്റ് അടിച്ച സംസ്ഥാന സർക്കാരും പൊതുമരാമത്ത് മന്ത്രിയും ദേശീയപാത തകർന്നപ്പോഴും ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ? സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഓടുന്നുണ്ട് മുഹമ്മദ് റിയാസിന്റെ പഴയ റീൽസുകൾ, ഒടുവിൽ മലപ്പുറത്തിൻ്റെത് വരെ. ഇതുകൂടാതെ നാട് നീളം മുഖ്യമന്ത്രിയുടെയും റിയാസിന്റെയും ഫോട്ടോകൾ മാത്രമുള്ള കൂറ്റൻ ഫ്ലെക്സുകൾ. എല്ലാം പിണറായി സർക്കാരിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും നേട്ടമെന്ന തരത്തിൽ. NH-66 ഇടിയുന്നത് നാട്ടുകാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു: ഫ്ലെക്സ് വെച്ചവർ മുങ്ങിയോ?